കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീട്ടിൽ ആദ്യം വിളക്ക് കത്തിക്കാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ പറയാൻ കാരണം വേറെ ഒന്നുമല്ല, ചേച്ചി പ്രസവിച്ചിരുന്നു. അപ്പോൾ ബാലായ്മയുള്ള കാരണം വിളക്ക് കത്തിക്കാൻ പറ്റിയില്ലായിരുന്നു. അമ്മയുടെ അനിയത്തിയുടെ മോളായിരുന്നേ. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് അടിച്ചു വാരി തുടച്ചിട്ടൊക്കെ വിളക്ക് കത്തിക്കാം. അങ്ങനെ ഞാൻ അടിച്ചു വാരി. പിന്നെ നിലയൊക്കെ തുടക്കുന്നതിന് മുന്നേ ഞാനൊന്ന് തലയൊന്ന് വാഷ് ചെയ്തു. കാരണം സന്ധ്യ ആയി കഴിഞ്ഞാൽ തല വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു കോൾഡിൻ്റെ പ്രശ്നം വരുന്നുണ്ട്. ഇപ്പോൾ അതുകൊണ്ട് തലയൊക്കെ വാഷ് ചെയ്തു, നിലമൊക്കെ തുടച്ചു. എന്നിട്ട് ഞാൻ പോയിട്ട് നെയിലെല്ലാം കട്ട് ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്തു. എന്നിട്ട് ഞാൻ കുളിച്ചതിന് ശേഷം ഞാൻ കിഡ്നി വിളക്കൊക്കെ കഴുകി. കാരണം കുറേ ദിവസം എടുക്കാണ്ട് വെച്ചതല്ലേ, അതുകൊണ്ട് ക്ലാവൊക്കെ പിടിച്ചിരുന്നു. അപ്പോൾ കിഡ്നി വിളക്കൊക്കെ ഒന്ന് കഴുകി എന്നിട്ട് കിണ്ടിയിൽ വെള്ളമൊക്കെ വലിച്ചു കൊണ്ടാച്ചു. എന്നിട്ട് ഞാൻ വിളക്ക് എത്തിക്കലിലേക്ക് കടന്നു. അപ്പോൾ ആ വിളക്ക് എത്തിക്കുന്നത് കാണാൻ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വിളക്കെടുത്ത് നമ്മൾ ഇറയകത്താണ് വിളക്ക് വെക്കാറ്. പൂജാമുറിയിൽ നിന്ന് എടുത്തിട്ട് ഇറയകത്താണ് വെക്കാറ്. അതിലിടക്കൊന്ന് പുറത്തേക്ക് ഇങ്ങനെ കാണിച്ചിട്ട് വരാറുണ്ട് വിളക്ക്. എന്നിട്ടാണ് ഇറയത്ത് വെക്കൽ. വിളക്ക് വെച്ചിട്ട് ഞാനും മക്കളും ഒന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്.